അൾത്താരയിൽ ജീവന്റെ തിരി തെളിഞ്ഞു. കരുണ തന്നൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കാറ്റിൽ കെടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനെ. കരുണ തൻ അൾത്താരയിൽ ജീവന്റെ തിരി തെളിഞ്ഞു. പൊടിമഞ്ഞു പോലെന്റെ കൂടാരവാതിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. പൊടിമഞ്ഞു പോലെന്റെ കൂടാരവാതിൽ കണി കണ്ടു നിന്നെ ഞാൻ കണ്ണിറയെ. മിശിഹായില് സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ നമ്മൾ ഒരിക്കൽ കൂടെ അണഞ്ഞിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. സ്ലീവാകാലത്തിന്റെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചക്കാലം പൂർണ്ണമായിട്ടും ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാനും ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളും തമ്പുരാന്റെ അൾത്താരയോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ ഈ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ
മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പൂക്കളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമതിരഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും സാവകർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശാ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയ സഹോദരരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 20 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അരുൾ ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദൈവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താരഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുമായ ദൈവമാണ്. എന്നെ വിറയ്ക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോട് ദിവസിക്കുന്ന പരദേശിയോ ഒരു വേലയ്ക്കും ചെയ്യരുത്. എന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത്. ദൈവമായ കർത്താവിന്റെ സ്തുതി. എൻ്റെ പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 വാക്യങ്ങൾ 5 മുതൽ 15 വരെ കർത്താവെ ആശീർവദിക്കണമേ. എല്ലാവർക്കും രക്ഷ, നിയമാനുസൃതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുന്നവർ എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആരിറങ്ങും എന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. എന്താണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്: യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രഘോഷണവും വിശ്വാസവും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം! നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
തീക പോലെ നാവിപ്പോ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിസ്ഥിതി വിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇതു കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തന്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവൻ ആരെന്നും തന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60 മുതൽ 69 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. വളരെ വൈകാരികമായ ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഈശോയുടെ വചനം വളരെ കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരിൽ കുറെ പേര് ഈശോയെ വിട്ടുപോകുന്ന ഒരു രംഗം. അതിനുശേഷം താൻ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന തന്റെ 12 ശിഷ്യന്മാരോടുമായിട്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളും എന്നെ വിട്ടുപോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവവിശ്വാസത്തെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഈശോയിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന കുറച്ചെങ്കിലും പേരെ നമുക്കറിയാം. കാരണങ്ങൾ പലതാവാം. ഒരുപക്ഷെ പ്രാർത്ഥിച്ച് മടുപ്പ് വന്നിട്ട് ഈശോയിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു പോയവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി എന്തിനു ഞാൻ പ്രാർത്ഥിക്കണമെന്ന് കരുതിക്കൊണ്ട് ഈശോയിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ചു പോകുന്നവര് ചിലര്. ചില സുഖങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഈശോയെ ഉപേക്ഷിച്ചു പോകുന്ന ചിലരുണ്ട്. രോഗങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ എന്തുകൊണ്ട് ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രമാത്രം വേദനകളും സഹനങ്ങളും എന്റെ ജീവിതത്തിൽ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. ഇനി വേറെ ചിലര് തന്റെ കരിയർ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈശോയിലുള്ള വിശ്വാസത്തെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈശോയെ മാറ്റി നിർത്തുന്ന ചിലരുണ്ട്. ഇന്ന് ഈശോ വചനത്തിലൂടെ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്.
നിങ്ങളും എന്നെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 3 ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. പലപ്പോഴും ദൈവത്തിന്റെ വചനങ്ങളും വഴികളും ഒക്കെ നമുക്ക് കഠിനമായിട്ട് തോന്നാം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പ്രിയമുള്ളവരെ, ഈശോയെ അനുസരിച്ച്, ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. കാരണം അവിടെ ചില സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യണം. ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയണം. നമ്മുടെ ചില താല്പര്യങ്ങളോട്, ചില സുഖങ്ങളോട് നമ്മൾ നോ പറയേണ്ടതായിട്ടുണ്ട്. ചില നിലപാടുകളോട് നമ്മൾ നോ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോ ചിലപ്പോ അവന്റെ വചനങ്ങളും അവന്റെ വഴികളും ഒക്കെ നമുക്ക് കഠിനമായിട്ട് നമുക്ക് തോന്നും. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിനെ ഓർമ്മ വരികയാണ്. തന്റെ സുഖത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫ്രാൻസിസിന്. അന്ന് ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം അവന് ഈശോയും ദൈവമൊന്നും അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. അവന് മുൻപിൽ ഉണ്ടായിരുന്നത് സുഖങ്ങൾ മാത്രമായിരുന്നു, ലോകത്തിന്റെ പ്രൗഢി മാത്രമായിരുന്നു, മാടമ്പിസ്ഥാനം മാത്രമായിരുന്നു അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, ഇതൊന്നുമല്ല, ഇതെല്ലാം നശിച്ചു പോകുന്ന ഒന്നാണ്. ഈ ലോകം നൽകുന്ന സുഖവും സ്ഥാനമാനങ്ങളും എല്ലാം ഈ ശരീരം പോലും നശിച്ചു പോകുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞത് സാന്താമിയോനോ ദേവാലയത്തിന്റെ കുരിശിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഫ്രാൻസിസ് പിന്നീട് അസീസി തെരുവുകളിലൂടെ വിളിച്ചു പറയുന്നത്, കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന്, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ ആർക്കും വേണ്ട. എല്ലാവരും ഈ ലോകത്തിന്റെ സുഖങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും പുറകിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് വിലപിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് അതൊരു വിട്ടുകൊടുക്കലാണ്. ഒരു വിട്ടുകൊടുക്കലാണ്. എൻ്റെ ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴമായിട്ട് ഉള്ള മുറുകെ പിടിച്ചിരിക്കുന്നതിനെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ഒരിക്കല് ഒരു പർവ്വത ആരോഹകൻ, അദ്ദേഹം ഇങ്ങനെ പർവ്വതങ്ങളൊക്കെ കയറി രാത്രി ആയി കഴിഞ്ഞപ്പോ അബദ്ധശാല് കാല് വഴുതി അദ്ദേഹം ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. ഭാഗ്യവശാല് അദ്ദേഹം ഒരു വള്ളിയിൽ കയറി പിടിക്കുന്നു. ഇരുട്ടാണ്, അദ്ദേഹത്തിന് അറിയാം അടിയിൽ വലിയ കൊക്കയാണ്, കൈവിട്ടാൽ എന്തായാലും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം ആ രാത്രിയിൽ കൂരാക്കൂര ഇരുട്ടില് ആ വള്ളിയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എന്നെ രക്ഷിക്കണമേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുൻപിൽ ദൈവം സ്വരമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവം അദ്ദേഹത്തോട് പറയാണ്, മകനെ നിന്റെ കൈവിട്, ആ വള്ളിയിൽ നിന്ന് നിന്റെ കൈവിട്. അവൻ എങ്ങനെ ചിന്തിച്ചു? കൈവിട്ട തീർച്ചയായിട്ടും ഞാൻ നിലത്ത് വീണ് മരിക്കും. അവൻ കൈവിട്ടില്ല. ആ രാത്രിയില് ആ കൊടും തണുപ്പിൽ അവിടെ കിടന്ന്, ആ വള്ളിയിൽ കിടന്ന് അവൻ മരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആളുകൾ ആ വഴി സഞ്ചരിക്കുമ്പോ അവര് കാണുന്നത് ഇങ്ങനെ തണുത്ത് മരവിച്ച് കിടക്കുന്ന മൃതശരീരമാണ്. അവർ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വെറും 2 അടി താഴെ വളരെ മനോഹരമായ പച്ച വിരിച്ച മൈതാനമായിരുന്നു. 2 അടി താഴെ പച്ച വിരിച്ച മൈതാനമായിരുന്നു. പക്ഷേ അവൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അവൻ തയ്യാറായില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ബുദ്ധിക്കുപരിയായിട്ട് ദൈവം പറയുന്നത് അനുസരിക്കാനും പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനും തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയുള്ളൂ. ഇന്ന് എൻ്റെ രോഗങ്ങൾ മാറുന്നില്ല, കടബാധ്യതകൾ മാറുന്നില്ല, തടസ്സങ്ങൾ മാറുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട്, സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യമുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? സ്നേഹമുള്ളവർ, ഇവിടെ ഈശോ വിലപേശുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. സഭയിലെ എണ്ണം കുറഞ്ഞു പോകുമോ എന്ന് കരുതിക്കൊണ്ട് വചനത്തിൽ മായം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കുന്നില്ല.
ആരെയും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിക്കുന്ന ഒന്നല്ല സ്നേഹം, നിർബന്ധിച്ച് പിടിച്ചു വാങ്ങുന്ന ഒന്നല്ല സ്നേഹമെന്ന് ഈശോ ഇവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സ്നേഹങ്ങളോ ബന്ധങ്ങളോ ഒന്നും നിലനിൽക്കുന്ന കാര്യമല്ല. നിർബന്ധിക്കാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടും ബോധത്തോടും ബോധ്യത്തോടും കൂടെ നമ്മൾ എടുക്കുന്ന തീരുമാനമാകണം ദൈവത്തിനുള്ള നമ്മുടെ വിശ്വാസവും വിട്ടുകൊടുക്കലും എന്ന് ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തി തരികയാണ്. മൂന്നാമതായിട്ട്, ഈശോയിലല്ലാതെ നമുക്ക് വേറെ ആരുമില്ല എന്ന ബോധ്യം. ഈശോയിലല്ലാതെ നമുക്ക് വേറെ ആരുമില്ല എന്ന ബോധ്യം. യേശുവിന്റെ ചോദ്യത്തിന് പത്രോസ്ലീഹ നൽകുന്ന ഉത്തരം വളരെ മനോഹരമാണ്. ഈശോയെ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങള് നിന്റെ പക്കലുണ്ടല്ലോ. ഒരിക്കല് ഒരു കപ്പൽ യാത്രയില് വളരെ ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോ കപ്പൽ കടന്ന് ഉലാത്തുകയാണ്. ഇത് കണ്ട് കപ്പൽ നാവികരും അതിലുണ്ടായിരുന്ന ജോലിക്കാരും മറ്റാളുകളും ഒക്കെ വളരെയധികം ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ വളരെ ശാന്തമായിട്ട് കപ്പലിന്റെ ഒരു സൈഡില് ഒരു കൊച്ചു മകൻ കടന്ന് ഉറങ്ങുകയാണ്. മറ്റാരുമായിരുന്നില്ല, അത് കപ്പിത്താന്റെ മകനായിരുന്നു. ഈ ആളുകള് ഈ മകനെ വിളിച്ചുണർത്തിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് ഭയമൊന്നും തോന്നുന്നില്ലേ? കപ്പൽ ആടി ഉലയുന്നത് നീ കാണുന്നില്ലേ? ഇത് കേട്ട് ആ മകൻ അവരോട് പറയാണ്, എനിക്കൊരു ഭയവും തോന്നുന്നില്ല. കാരണം ഈ കപ്പലിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. ഈ കപ്പലിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ അപ്പനാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ബോധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് എൻ്റെ ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്നൊരു ബോധ്യം. എൻ്റെ ജീവിതത്തിൽ എത്ര തകർച്ചയിലൂടെയും പരാജയത്തിലൂടെയും കടന്നു പോയാലും, രോഗങ്ങളിലൂടെ കടന്നു പോയാലും എൻ്റെ ദൈവത്തിന് അതെല്ലാം നന്മയായി മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം. നിങ്ങൾക്ക് പഴയ നിയമത്തിലെ ജോബിനെ ഓർമ്മയുണ്ടാകും. ജോബ് ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഓട്ട് കഷ്ണം കൊണ്ട് ചാരത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊറിയൊക്കെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോബിന്റെ ഭാര്യ വന്ന് ജോബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം നശിച്ചു, എല്ലാം പോയി, ഇനിയും ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കണോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി ചത്തുകൂടെ എന്ന് ചോദിക്കുമ്പോ ജോബ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു ബോധ്യമാണ്. ഈ ഒരു ബോധ്യമാണ് പത്രോസ്ലീഹയ്ക്ക് ഉണ്ടായത്. ദൈവമേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും. ഇവിടെയൊക്കെ വിശ്വാസത്തിൽ ഒരു തരി പോലും മായം ചേർക്കാതെ ജീവിക്കാൻ, മറ്റുള്ള ദൈവങ്ങളുടെ പുറകെ പോകാതെ എൻ്റെ ഈശോയിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ബോധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയങ്ങൾ നേടാനല്ല വിശ്വസ്തരായിട്ടിരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിജയങ്ങൾ നേടാനല്ല വിശ്വസ്തരായിട്ടിരിക്കാൻ, ജീവിതത്തിന് അവസാനം വരെ ഈശോയിലുള്ള വിശ്വാസത്തിൽ, ആ അടിയുറച്ച വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നവരാകെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത്. ഒന്നാമതായിട്ട്, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. രണ്ടാമതായിട്ട്, സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മൂന്നാമതായിട്ട്, ഈശോയല്ലാതെ മറ്റാരുമില്ല എന്ന ബോധ്യം. എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാറ്റിനും ഉത്തരം എൻ്റെ ഈശോയുടെ പക്കലുണ്ട് എന്ന ബോധ്യം. ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുവാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും സാത്തനും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയാണെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ള ചിതമിശിയായി സുവിശേഷ ഭക്തർക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാത്രിയുടെ മാനത്തനുസരിച്ച് സത്യവിശ്വാസത്തിന് മരിക്കാസനെതിരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കർത്താവെ,
കൗതാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിനെ സേവനത്തിനും പഠിച്ചതിലായി ലോകമെങ്ങും പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവേ, ഉദ്യതനായി നിന്നെ അനുഭവിച്ചറിയാനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിനിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ തിരുമൈ നീണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെപ്പോലെന്നേക്കും ആമേനാമേ. ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓരാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തിനേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തുള്ള ഏകമാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പോലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിന് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ പേര് നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വേഷം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരൻ മിശ്രസ്നത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു.
ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ. ബലവാനീശൻ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന ഓശാന ഓശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 പാപ്പാക്കും
ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്താക്കും ഞങ്ങളുടെ അതിരൂപത വികാരിമാർ ജോസഫ് മെത്രാപ്പൊലീത്താക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരി സഹോദരർ ബന്ധുമിത്രങ്ങൾ ഉപകാരികൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരിക്കുന്നവർ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളിടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഇവരുടെ പ്രത്യേക നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലച്ചു കുമ്പിടുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോരെന്നെ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനതാപോത്തരണത്തോടെ അപരാധങ്ങൾ നിപ്പി നിറഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതലും കലങ്ങളും പണിതാൽ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ പത്രിക വിടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഞാൻ സ്ഥലങ്ങളിൽ വെപ്പിലും ആത്മാഗ്രഹം കാരണമാവട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രനും പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ശമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, സ്വർഗരാശ്വാസത്തെ ദൈവത്തിന്റെ ശല്യം സ്വീകരിക്കാനും അവിടുത്തെ പാലിനും തിരുസംഘങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരം രക്തവും കടങ്ങൾ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. എന്നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പു. എന്നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പു. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു.
കഥനം തിങ്ങുമെൻ കൂടാരവാതിൽക്കൽ കരുണതൻ കടാക്ഷമായി ഒന്നണയോ. കഥനം തിങ്ങുമെൻ കൂടാരവാതിൽക്കൽ കരുണതൻ കടാക്ഷമായി ഒന്നണയോ. പങ്കില നിമിഷങ്ങൾ മറന്നിടം ഞാനിനി ചാരേ വരുന്നു ഞാൻ വിരുന്നൊരുക്കാൻ നിനക്കായി വിരുന്നൊരുക്കാൻ വിരുന്നൊരുക്കാൻ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. കൈവിരൽ തുമ്പൊന്നു നീട്ടി നീ എന്നുടെ അന്ധതയെല്ലാം അകറ്റുകില്ലേ ഇന്ന് അകറ്റുകില്ലേ അകറ്റുകില്ലേ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. സ്നേഹമുള്ളവരെ, ഇന്ന് സൺഡേ സ്കൂളിൻ്റെ പ്രവേശനോത്സവ പരിപാടി നടക്കുന്ന ദിവസമാണ്. നഴ്സറി കുട്ടികളും 1-ാം ക്ലാസ്സിലെ കുട്ടികളുമാണ് പ്രധാനമായിട്ടും പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അവരെയാണ് ആഘോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നത്. 8:45 തന്നെ എല്ലാ കുട്ടികളും എത്താൻ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ഞായറാഴ്ച ഭൂരിഭാഗം കുട്ടികളും, വളരെ ചുരുക്കം കുട്ടികളൊഴികെ ബാക്കി എല്ലാവരും തന്നെ 8:45 എത്തുകയും കുർബാനയിലും വേദപാഠത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും കാഴ്ചസമർപ്പണവും നടത്തി. നിങ്ങളുടെ വലിയ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് നഴ്സറി മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് കാഴ്ചസമർപ്പണം നടത്തേണ്ടത്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അധ്യാപകരും കഴിഞ്ഞ ഞായറാഴ്ച വളരെ മനോഹരമായിട്ട് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. കുട്ടികളുടെ കാഴ്ചസമർപ്പണത്തിനുള്ള
സാധനങ്ങൾ, പഠനോപകരണങ്ങളൊക്കെയാണ്. പുസ്തകം, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, ബാഗ്, ബോക്സ്, ഇതൊക്കെ നാളെ മുതൽ തന്നെ ആവശ്യക്കാർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ വന്ന് വാങ്ങിയിട്ട് പോയാൽ സന്തോഷമാണ്. ഇല്ലിത്തോട് കപ്പേളയിൽ ഇന്ന് തിരുനാൾ ആഘോഷമാണ്. വൈകിട്ട് 5 മണിക്ക് ജപമാല, തുടർന്ന് വിശുദ്ധ കുർബാന, നൊവേന, ലതിഞ്ഞ് പ്രദക്ഷിണം. എല്ലാവരെയും സന്തോഷപൂർവ്വം തിരുനാളിലേക്ക് ക്ഷണിക്കുകയാണ്. പതിവ് പോലെ എല്ലാ കുർബാനകളും ഇവിടെ ഉണ്ടാകും. ഇല്ലിത്തോട് കപ്പേൽ തിരുനാളാണെങ്കിൽ പോലും KCYM-ന്റെ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറിൻ്റെ അനുസ്മരണ ദിനം അടുത്ത ഞായറാഴ്ചയാണ്. 21-ാം തീയതി ഞായറാഴ്ചയാണ്. 7 മണിയുടെ കുർബാനയോട് അനുബന്ധിച്ചാണ് നമ്മൾ നടത്തുന്നത്. കുർബാനയ്ക്ക് ശേഷം പുതിയ അംഗങ്ങളെ KCYM-ലേക്ക് ചേർക്കുന്ന കർമ്മവും ഉണ്ടാകും. +2 കഴിഞ്ഞ കുട്ടികളാണ് KCYM-ൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിയുന്നിടത്തോളം എല്ലാ കുട്ടികളെയും അതിലേക്കായി നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൊതവറ കോളേജിൽ, എയ്ഡഡ് കോളേജാണെന്നറിയാമല്ലോ, ഓട്ടോണമസ് കോളേജാണ്. UGCയുടെ സൂപ്പർവിഷനുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. അവിടേക്ക് അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് സാധ്യതകളുണ്ട്. എല്ലാം പ്രൊഫഷണൽ ടീച്ചേഴ്സാണ് ഇവിടെ കോളേജ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമാണ്. എല്ലാം PhD ഉള്ള അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സാധ്യതകളാണ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് കോളേജിലുള്ളത്. UGC നിർദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അവിടെ പഠിപ്പിക്കാൻ സാധിക്കുക. അത്രയ്ക്കും പ്രൊഫഷണലായിട്ടുള്ള അധ്യാപകരാകും എയ്ഡഡ് കോളേജുകളിൽ പഠിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഒത്തിരി പുതിയ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോളേജ് അധികൃതരുമായിട്ടോ അവർ വെബ്സൈറ്റിൽ കയറിയൊക്കെ നോക്കിയാൽ കൃത്യമായ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഞാൻ കുറേ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. പ്രൈവറ്റ് കൗൺസിൽ ഗ്രൂപ്പിലും സെൻട്രൽ കമ്മിറ്റി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് യൂണിറ്റിലേക്ക് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. യുവജനങ്ങളുടെ ലിസ്റ്റ് ഇന്നും നാളെയുമായിട്ടാണ് പള്ളിയിൽ എത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ച് യൂണിറ്റുകൾ കൂടി തരാനുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് പള്ളിയിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 10ാം ക്ലാസ്, +2 വേദപാഠ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ എത്തിയിട്ടുണ്ട്. അത് സപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കുട്ടികളത് വാങ്ങിയിട്ട് പോകാനായിട്ടും ഓർക്കണേ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ പ്രോഗ്രാം പള്ളിയിൽ ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ 10:30-കോ 11-നോ 12-നോ ഒക്കെയാണ് കർമ്മങ്ങൾ നമ്മളെ പള്ളിയിൽ ഏൽപ്പിക്കുന്നത്. 10:30-ക്ക് കല്യാണം, 11 മണിക്ക് മനസ്സമ്മതം, 7:41 ആദ്യ കുർബാന സ്വീകരണം. ഈ പരിപാടികൾ ഏൽപ്പിക്കുമ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് അല്പ ടൈം ഗ്യാപ്പിൽ അടുത്ത പ്രോഗ്രാം നമ്മളേക്കും. ഇപ്പോൾ 10:30-ക്കാണ് ആണ്ട് കുർബാനയെങ്കിൽ 12 മണിക്ക് 11:30, 12 അടുത്ത ഒരു പ്രോഗ്രാം ഏൽക്കും. 10:30-യുടെ പരിപാടി 10:30-ക്ക് തന്നെ ആരംഭിച്ചില്ലെങ്കിൽ ഈ അടുത്ത പ്രോഗ്രാം, അടുത്ത കർമ്മം താമസിക്കും, എല്ലാം ക്ലാഷ് ആവും. അപ്പം അതുകൊണ്ട് കല്യാണം 11 മണിക്കാണെങ്കിൽ 11 മണിക്ക് തന്നെ ആരംഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കണം. മനസ്സമ്മതം 11:30-ക്കാണ് വയ്ക്കുന്നത്, 11:30-ക്ക് തന്നെ ആരംഭിക്കണം. 11:30-ക്ക് മുൻപ് ആൾത്താല് റെഡിയായിട്ട് വന്നാലാണ് ആ കർമ്മം ഭംഗിയാകുക. അല്ലെങ്കിൽ അടുത്ത കർമ്മം ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ടൈമാണ് ഞാനിവിടെ കുറിക്കുന്നത്. നിങ്ങൾ പറയുന്ന ടൈം അല്ല, നിങ്ങൾ ലേറ്റായിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല. പറയുന്ന ടൈമിൽ നമുക്ക് കർമ്മങ്ങൾ ആരംഭിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് തടസ്സമാകുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ്. തീർച്ചയായും എനിക്കറിയാം. പറയുമ്പോഴൊക്കെ പറയുന്നത് എന്താ, ഫോട്ടോഗ്രാഫേഴ്സാണ് വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ് ആകാശത്ത് നിന്ന് വന്നവരല്ല. നമ്മൾ പൈസ മുടക്കി നമുക്ക് വേണ്ടി സർവീസ് ചെയ്യാനായിട്ട്, നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നവരാണ് ഫോട്ടോഗ്രാഫേഴ്സ്. അവരുടെ സൗകര്യത്തിനല്ല നമ്മുടെ ഫോട്ടോ എടുക്കേണ്ടത്. നമ്മുടെ ടൈം, നമ്മുടെ പ്രോഗ്രാം തകർത്തിട്ടല്ല അവരുടെ പ്രോഗ്രാം വിജയിപ്പിക്കേണ്ടത്. നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരോട് പറയണം, ഇന്ന സമയത്തിന് മുമ്പ് പള്ളിയിലെത്തണം. നിങ്ങൾ എങ്ങനെ ഫോട്ടോ എടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് പള്ളിയകത്ത് ഷൂട്ടിംഗ് ഭയങ്കര
അരോചകമായിട്ട് തോന്നാറുണ്ട്. കഴിഞ്ഞ ദിവസം കല്യാണത്തിന് ഒരു 8-10 പേര് ഫ്രണ്ടിൽ നിന്ന് ഈ കസരത്താണ്. കൈ കാണിക്കൽ, കാല് കാണിക്കൽ, ഓട്ടം, ചാട്ടം. ഞാൻ വേണ്ട റെക്കോർഡ് കാണിച്ചില്ല, കംപ്ലീറ്റ് റെക്കോർഡാണ്. ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിങ്ങൾ കയറുമ്പോൾ മുതൽ എല്ലാം റെക്കോർഡാണ്. പാരിഷ് ഹോള്, സ്കൂള്, എല്ലാം റെക്കോർഡാണ്. അപ്പം അത് ശ്രദ്ധിച്ച്, എന്നാൽ കുറേ അധികം പ്രോഗ്രാമുകൾ കൃത്യതയോട് നടക്കുന്നുണ്ട്. ചില ഫോട്ടോഗ്രാഫേഴ്സ് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ചിലർ ഭയങ്കര ശ്രദ്ധക്കുറവോടുകൂടി ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പറയണം അവരോടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പള്ളിയകത്ത് ഷൂട്ടിംഗ് ദയവ് ചെയ്ത് ചെയ്യല്ലേ എന്നും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ കളക്ഷനായി ലഭിച്ചത് 21,494 രൂപ. തലപ്പാറപ്പള്ളി നമുക്ക് ലഭിച്ചത് 1,305 രൂപ. 9/6 തലപ്പാറ കുരിശുപള്ളി സെൻറ്റ് അന്തോണിസിന് തിരുനാളിന് കാഴ്ചപ്പോൾ നമുക്ക് ലഭിച്ചത് 660 രൂപ. 13/6/26 ആദുർബാന സ്വീകരണത്തിന് കാഴ്ചപ്പിലും ലഭിച്ചത് 200 രൂപ. സ്നേഹിതരെ, ഇന്ന് നടക്കുന്ന കുടുംബയോഗങ്ങൾ: യൂണിറ്റ് 18 ഇൻഫന്റ് ജീസസ് 3 മണിക്ക് ശ്രീ പൗലോസ് ഒറ്റപ്ലാക്കലിൻ്റെ വസതിയിൽ. യൂണിറ്റ് 32 വിശുദ്ധ കാർലോ അക്യൂട്ടീസ് 3 മണിക്ക് ശ്രീ ജോർജ് യോൺ കദലിക്കാടിൻ്റെ വസതിയിൽ. യൂണിറ്റ് 19 സെൻറ്റ് അഗസ്റ്റിൻ 3 മണിക്ക് ശ്രീ മാത്യു പീറ്റർ വട്ടക്കേരിയുടെ വസതിയിൽ. യൂണിറ്റ് 27 വിശുദ്ധ കന്തീശങ്ങൾ 3:30 ശ്രീമതി ആനി സെബാസ്റ്റ്യൻ നാവംകുളങ്ങരയുടെ വസതിയിൽ. യൂണിറ്റ് 9 സെൻറ്റ് ചാവറ 3:30 ശ്രീമതി മേരി വർക്കി ഇടപ്പറമ്പലിൻ്റെ വസതിയിൽ. യൂണിറ്റ് 5 സെൻറ്റ് ജോസഫ് 4 മണിക്ക് ശ്രീ ബാബു കുറ്റിപ്പുറത്തിൻ്റെ വസതിയിൽ. യൂണിറ്റ് 21 സെൻറ്റ് പീറ്റേഴ്സ് 4 മണിക്ക് ശ്രീ മാത്യു പഴയകടവിലിൻ്റെ വസതിയിൽ. യൂണിറ്റ് 12 സെൻറ്റ് മേരീസ് 6:30 ശ്രീ കെ പി തോമസ് കൊച്ചാനപ്പറമ്പിലിൻ്റെ വസതിയിൽ. ഈ ആഴ്ച നടക്കുന്ന മറ്റു കുടുംബയോഗങ്ങൾ: യൂണിറ്റ് 22 സെൻറ്റ് പീസ് 18-ാം തീയതി വ്യാഴാഴ്ച 6:30 ശ്രീ ആന്റണി ചാണ്ടീലിൻ്റെ വസതിയിൽ. യൂണിറ്റ് 3 സെൻറ്റ് സേവിയർ 20-ാം തീയതി ശനിയാഴ്ച 6:30 ശ്രീ ബിജു കുര്യാക്കോസ് ചാട്ടീലിൻ്റെ വസതിയിൽ. പരിശുദ്ധാത്മാക്കൾ ഭാരതാൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങേ തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായ നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന ഈ ആനന്ദദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, തൻ പ്രിയ സുതനാൽ രക്ഷിച്ചു. റൂഹാതൻ വരമേകുകയായി ത്രിത്വസ്തുതികൾ പാടിമുതാ ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശം പ്രേക്ഷിതരായി നയിക്കട്ടെ.
ദയവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങൾ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് അറിഞ്ഞുകൂടാ.